IPL വിശേഷങ്ങളുമായി ഹാഷ്ടാഗ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. നിലവിൽ SMATയിൽ മുംബൈക്ക് വേണ്ടിയാണ് രഹാനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മിന്നുന്ന ഫോമിലേക്ക് രഹാനെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ബൗണ്ടറികളുടെ പൊടിപൂരമാണ് ഓരോ മത്സരങ്ങളിലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ബോളർമാരെയും നന്നായി തലങ്ങും വിലങ്ങും തല്ലിത്തകർത്തുകൊണ്ടാണ് തന്റെ ഓരോ ഇന്നിംഗ്സും അവസാനിപ്പിക്കുന്നത്. 7 ഇന്നിംഗ്സ് മാത്രം കളിച്ച രഹാനെ ഇതിനോടകം തന്നെ 5 വളരെ മികച്ച അർദ്ധ സെഞ്ചുറികളാണ് നേടിയിരിക്കുന്നത്. 2 തവണ സെഞ്ചുറിക്ക് തൊട്ടരികിലാണ് പുറത്തായതും. ഓരോ ഇന്നിംഗ്സും ഒന്നിനൊന്നിനു മെച്ചമായിരുന്നു. ഇന്നലെ നടന്ന ഒന്നാമത്തെ സെമി ഫൈനലിൽ ബറോഡയ്ക്കെതിരെ 11 ഫോറും 5 സിക്സുമടക്കം 56 പന്തിൽ 98 റൺസ് അടിച്ചുകൊണ്ട് മുംബൈയെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. 175 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ഇന്നലത്തെ ബാറ്റിംഗ് പ്രകടനം. എന്നാൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ഇതുപോലെ തന്നെ മികച്ച പ്രകടനം തന്നെയാണ് രഹാനെ കാഴ്ചവെച്ചത്. മഹാരാഷ്ട്രക്കെതിരെ 34 പന്തിൽ 3 ഫോറും 3 സിക്സുമടക്കം 52 റൺസും, കേരളത്തിനെതിരെ 35 പന്തിൽ 5 ഫോറും 4 സിക്സുമടക്കം 68 റൺസും, ആന്ധ്രയ്ക്കെതിരെ 54 പന്തിൽ 9 ഫോറും 4 സിക്സുമടക്കം 95 റൺസും, വിദർഭയ്ക്കെതിരെ 45 പന്തിൽ 10 ഫോറും 3 സിക്സുമടക്കം 84 റൺസുമാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ രഹാനെയുടെ ബാറ്റിംഗ് പെർഫോമൻസ്. പഴകുന്തോറും വീര്യം കൂടുന്ന രഹാനെയാണ് ഇപ്പോൾ നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 IPL സീസണുകളിൽ CSKക്ക് വേണ്ടി കളിച്ച താരമായിരുന്നു അദ്ദേഹം. എന്നാൽ കഴിഞ്ഞ സീസണിൽ CSKക്ക് വേണ്ടി കാര്യമായ ഒന്നും തന്നെ ചെയ്യാനായില്ല. ഇത്തവണ രഹാനെ കൊൽക്കത്തയ്ക്ക് വേണ്ടിയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. 1.50 കോടിക്കാണ് രഹാനെ KKR ടീമിൽ എത്തിച്ചത്. IPL പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ രഹാനെ ടീമിലെത്തിച്ച കൊൽക്കത്തയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് തന്റെ ഓരോ മത്സരങ്ങളും കടന്നുപോകുന്നത്. ചെന്നൈ രഹാനെ റിലീസ് ചെയ്തത് ഇപ്പോൾ CSKക്കും ആരാധകർക്കും വലിയൊരു ഷോക്കേറ്റതുപോലെയാണ്. കുറച്ചുകാലം CSKയുടെ നെടുംതൂണായി നിന്ന താരമാണ് രഹാനെ. എന്നാൽ കഴിഞ്ഞ സീസണിൽ CSKക്ക് വേണ്ടി അത്ര മികച്ച ഫോമിലല്ലായിരുന്നു. CSKയുടെ ആരാധകരെ ശരിക്കും നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങളായിരുന്നു കഴിഞ്ഞ സീസണിൽ രഹാനെ നടത്തിയിരുന്നത്. 2022 IPLലും കൊൽക്കത്തയ്ക്ക് വേണ്ടിയായിരുന്നു രഹാനെ കളിച്ചിരുന്നത്. എന്നാൽ ആ സീസണിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ടും കാര്യമായൊരു പ്രകടനം നടത്താൻ രഹാനെക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതേ ഫോമിൽ തന്നെ IPLലും തുടർന്നാൽ തീർച്ചയായും കൊൽക്കത്തയ്ക്ക് വേണ്ടി നല്ലൊരു പെർഫോമൻസ് തന്നെ രഹാനെയുടെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ IPL വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ തുടർന്നുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.